പെൻഷൻ കിട്ടാറുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാ ജീവിക്കുന്നത് അല്ലേ? ആ. അപ്പൊ അമ്മൂമ്മക്ക് ഇപ്പൊ ഈ കുറച്ച് സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ. കേട്ടോ. അമ്മൂമ്മയ്ക്കുള്ള സാധനമാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് തീരുമ്പോ എന്നെ വിളിക്കണം, ഞാൻ വേറെ സാധനം കൊണ്ടുവരാം. അമ്മൂമ്മയുടെ പേരെന്തുവാ? രാജമ്മ. രാജമ്മ. എത്ര വയസ്സുണ്ട് അമ്മൂമ്മ? 65. 65 വയസ്സുണ്ട്. അച്ഛന്റെ പേരെന്തുവാ? ചന്ദ്രൻ. അപ്പൊ അച്ഛനും സുഖമില്ല. എന്തോ അമ്മൂമ്മയ്ക്ക് വേണ്ടത്? അമ്മൂമ്മക്ക് പിന്നെ കഥവ് വേണം. ഇതൊക്കെ എന്തോ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുവാന്നല്ലോ, വീട് മൊത്തം ഇടിഞ്ഞു വീഴാറായിരിക്കും. ഇതാണ് അമ്മൂമ്മയുടെ വീട്. 2 വാതിലുണ്ട്. 2 വാതിലിനും ഡോറില്ല. വീട് പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായിരിക്കുമോ? ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും കാണത്തുമില്ല, അവരാരും ചെയ്തു കൊടുക്കത്തുമില്ല. ഒരു ബാത്റൂം ഉണ്ട്, അതിനാണെങ്കിൽ കഥവുമില്ല. ഈ അമ്മൂമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ 2 സൈഡിലേയും കഥവ് വേണം. ഇവിടെ വെടിച്ചു കീറിയിരിക്കുവാണ് വീട്. ഇത് ഒന്ന് റെഡിയാക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിന് ഡോറ് വെച്ച് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഡോറ് മാത്രം മതിയോ? കഥക് മാത്രം മതിയല്ലോ. നമുക്ക് കഥവ് കിട്ടിക്കഴിഞ്ഞാൽ നനയാതിരിക്കും അല്ലേ? നമുക്ക് ഈ അമ്മൂമ്മയ്ക്ക് ഈ വീടൊന്ന് റെഡിയാക്കി കൊടുക്കണം. നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ അതേ തന്നെ നമ്മൾ ഈ സാധനം കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 100 വീടുകൾക്ക് നമ്മൾ ഈ ഇങ്ങനൊരു സാധനം ഓണത്തിന് മുമ്പ് ഇങ്ങനൊരു സാധനം വീട്ടു സാധനങ്ങൾ ഇതേ കണക്ക് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്കുള്ള വീടുകളിലേക്ക് നമ്മളിങ്ങനെ സാധനം എത്തിക്കാൻ വേണ്ടി 100 വീടുകളിൽ എത്തിക്കാൻ വേണ്ടി ഒരു ചാരിറ്റി തുടങ്ങിയിട്ടുണ്ട്. ചാരിറ്റിയിൽ നിങ്ങൾ ഇതേ കണക്കുള്ളവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക. അപ്പം ഈ അമ്മയ്ക്ക് വേണ്ടി ഈ വീട് നമ്മൾ റെഡിയാക്കി തരും.